ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ദെൻ വൈ എലിമെന്റ്സ് വെൽനസിനകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ എലിമെന്റ്സ് വെൽനസിന്റെ അല്ലെങ്കിൽ ഓണന്റോന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ആൻഡ് മോർ ദൻ ദാറ്റ് വൈ റീഗ എന്നുള്ള പ്രൊജക്ടിന്റെ ആവശ്യമുണ്ട്. ഇതൊന്നും ഇല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക് അതാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ. നമ്മള് ചെറിയ പ്രായം പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നത് ഹെൽത്ത് ഈസ് ലോസ്റ്റ്. അതായത് ആരോഗ്യം ഉള്ളപ്പോൾ ആരോഗ്യത്തിനെ കുറിച്ച് അറിയില്ല. എനിക്ക് 2 ഡിസ്കിന് പ്രശ്നം ഉണ്ടായി ഒരു 10-20 വർഷം മുമ്പ്. അന്നേരമാണ് ഈ 2 ഡിസ്കിന് ഇത്രയും പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. L4 L5 എന്നുള്ള 2 ഡിസ്ക് ഡിസ്ലൊക്കേറ്റഡ് ആയി സ്ലിപ്പായി. അപ്പൊ എന്തായി, ഡിസ്കിനകത്ത് ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കുക, 216 അസ്ഥികളുള്ള നമ്മുടെ ശരീരത്തിൽ, എന്റെ ശരീരത്തില് 2 ഡിസ്കിനിടയിലുള്ള 2 ഡിസ്കുകൾക്കിടയിലുള്ള ചെറിയ ഒരു സാധനം തെന്നിപ്പോയി. അത്രയും വലിയ ബോഡിയാണ്, 6 അടി 1 ഇഞ്ചോളം ഉണ്ട് എന്റെ ഹൈറ്റ്. അതിനകത്ത് 90 കിലോ 90 കിലോ വെയിറ്റ് ഉണ്ട്. അതിനകത്ത് എത്രയോ മസിൽസ് ഉണ്ട്, എത്രയോ ബോൺസ് ഉണ്ട്, എത്രയോ സാധനം ഉണ്ട്. 2 ഡിസ്കിനിടയിലുള്ള ചെറിയൊരു സാധനം, ഗോതമ്പിന്റെ മാവ് പോലത്തെ സാധനം തെന്നിപ്പോയി. ഈ സാധനം തെന്നിപ്പോയപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ. അന്നേരമാണ് നമുക്ക് മനസ്സിലായി ഇത്രയും വലിയ പ്രാധാന്യം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് അല്ലെ. നമുക്കറിയാം, ഇപ്പൊ ലിഗമെന്റിന്റെ പ്രശ്നം ഉണ്ടായി. എനിക്കൊരിക്കലും ഒന്ന് കൈ വെട്ടത്തിന് പൊക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. ചെറിയ ഒരു കൈ കൊത്തി വീണതാണ്. ഈ ഇതുപോലെ ഒരു മഴക്കാലത്ത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കൈ പൊക്കം ചെറിയൊരു ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നം വന്നു. അത് അവസാനം ഫ്രോസൺ ഷോൾഡർ വരെ എത്തുന്ന അവസ്ഥയിലെത്തി. ഞാൻ കെയർ ചെയ്യാതെ പിന്നെ യാത്ര ചെയ്തിട്ട്. അപ്പൊ നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും, അത് മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തില് നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മളൊന്നും ടെൻഷൻ ഇല്ല. പക്ഷെ എവിടെയെങ്കിലും ചെറിയൊരു ചലഞ്ച് വരുമ്പോ, ചെറിയ ചലഞ്ചൊക്കെയാണ് നമുക്ക് പോട്ടെന്ന് നോക്കാം. ഡിസ്കൊക്കെ ആണ് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടക്കാം. പക്ഷെ ഇച്ചിരി ടെർമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും നമുക്ക് അറിയാവുന്ന ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖങ്ങളുള്ള ഒത്തിരി പേര് നമ്മൾ സഫർ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾ, മുട്ടുവേദന, ഇനി എന്തെല്ലാം അസുഖങ്ങൾ പറയാനായിട്ടും അല്ലേ. അപ്പൊ നമുക്കറിയാം, നിപ്പിൽ പാരാലിസിസ് വന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം. എന്റെ നെയ്ബർ ആയിട്ടുള്ള ആള്, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ 2 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ബൈലാറ്ററൽ സ്ട്രോക്ക് 3 ദിവസം ജീവിച്ചുള്ളൂ. ഭയങ്കര റിച്ചായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലെ വീട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊന്നുമല്ല, അദ്ദേഹത്തിന് ഞങ്ങൾ റാന്നിയിൽ അദ്ദേഹത്തിന്റെ വീട്ടില് പോയ സമയത്ത് 70 ഏക്കർ റബ്ബർ തോട്ടത്തിനകത്താണ് ഇയാൾ വീടിരിക്കുന്നത്, തറവാടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി താമസിച്ചാണ്. പിന്നെ ഇവിടെ തന്നെ പല ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മരിച്ചപ്പോ ആന്ധ്ര ബാങ്ക് 2 കോടി രൂപ SBയിൽ കിടപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി പിള്ളേർ വഴക്കുണ്ടാക്കിയ നമ്മൾ അറിഞ്ഞത്. ചിലത് തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങളിവിടെ പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഒരു ദിവസം രാവിലെ ബൈലാറ്ററൽ സ്ട്രോക്ക് ഒരു 3-4 മണിയാകുമ്പോ എന്നെ വിളിച്ചു. എന്റെ ബാക്കിലെ വീട്ടിലെ ഡോക്ടറാണ്, അദ്ദേഹം എന്നെ വിളിച്ച്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് കാണുന്നത് എന്താണ്, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാല് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അന്ന് ഒരു സൈഡ് അന്നേരം തുറന്നുള്ളൂ. ഞാനാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാർ ഓടിച്ച്, ഡോക്ടർ ഉണ്ടായിരുന്നു. അത് 2 പേരും ഞങ്ങൾ എത്തി. ഹോസ്പിറ്റലിൽ എത്തി കുറച്ച് 2 വശവും നടന്നു. ഞാനിത് പറയാനുള്ള കാര്യം, നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളാണ് പല സമയത്തും അല്ലെ. പക്ഷെ നമ്മൾക്ക് ഒരു വേണ്ടപ്പെട്ട ഒരാൾക്കോ അടുത്തറിയാവുന്ന ഒരാൾക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊരു സെന്റൻസ് മാത്രമല്ല, രാവിലെ വാട്സപ്പിൽ അയക്കാൻ ഒരു മെസ്സേജ് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വേറെ ആരുടെയെങ്കിലും ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സോ ഹെൽത്ത് ഈസ് ഓൾവേസ് യുവർ വെൽത്ത്. അപ്പം ഒരിക്കൽ വൺസ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഡയബറ്റീസ് വന്ന പല ആൾക്കാരെ നമുക്കറിയാം, അവർക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റുന്നില്ല. വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വന്നു അല്ലെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ 10 സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ ആൾക്കാരെ നമുക്കറിയാം അല്ലെ. നമുക്കറിയുന്നത് ഒന്നിന് ഒരസുഖത്തിന് വന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേറൊരു അസുഖത്തിലേക്ക് എത്തിച്ചേരുന്ന എത്രയോ കേസുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, യു ക്യാൻ നെവർ ബോറോ. നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം കടം വാങ്ങാൻ പറ്റും. പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ കടം വാങ്ങാൻ തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ആരോഗ്യം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് നമുക്ക് ആരോഗ്യം ഇല്ല, നമുക്ക് കുറച്ച് ആരോഗ്യം കൊടുക്കണം എന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കിഡ്നി വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലിവർ ഭാഗത്ത് കൊടുക്കാം, അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ ആരോഗ്യം, ബ്ലഡ് കൊടുക്കാം, ആരോഗ്യം കൊടുക്കാൻ പറ്റും. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ന് മനസ്സിലാക്കണം. സോ വി മസ്റ്റ് മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം പോസിബിൾ ചാലഞ്ചസ്. നമ്മൾ ശരിക്കും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ പോസിബിൾ ആയിട്ടുള്ള ചലഞ്ചസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ നമുക്ക് എപ്പോഴും ഓവർ കോൺഫിഡന്റ് ആകുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഓവർ കോൺഫിഡന്റ് ആകരുത്. എന്താ വെച്ചാല്, ഞാനത് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, നമ്മൾ പലപ്പോഴും പല ആൾക്കാരെ കാണാറുണ്ട്.
നമുക്ക് നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആൾക്കാരോ ഒക്കെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ചലഞ്ച് വന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയി നോക്കാം, നമ്മൾ പോയി കാണാറുണ്ട്. ചിലപ്പോൾ ഹാർട്ടിന് പ്രശ്നമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പ്രശ്നം അവന് ഈ ഗതി വന്നല്ലോ അല്ല അവർക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ പോയി ആപ്പിൾ ഓറഞ്ച് ഒക്കെ മേടിച്ച് ചിലപ്പോൾ പോകും അല്ലെ. ഇപ്പൊ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കഷ്ടം അവർക്ക് ഗതി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ വരിക, തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറി പൊറോട്ടയും ബീഫും അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 ഷവർമയും ഈ സാധനം മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത്. ഇത് കഴിച്ചോണ്ടിരുന്ന ഒരാളാണ് ആശുപത്രി കിടന്നത്, അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ വന്നതെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതായത് എന്റെ വീട്ടിൽ മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല, അവിടെ ഉണ്ടാകാം, ഇവിടെ ഉണ്ടാകാം, ഇവിടെ ഉണ്ടാകാം, അവിടെ ഉണ്ടാകാം, 4 തരത്തിലുണ്ടാകും. പക്ഷെ എന്റെ വീട്ടിൽ മാത്രം ഉണ്ടാകാൻ സാധ്യതയില്ല, എനിക്ക് മാത്രം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളോട് ഈ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ, നമ്മൾ സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്നുള്ള ഈ പരിപാടി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മളോട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകതയുള്ള ഡോക്ടറാണ്. കേരളത്തിലെ ആദ്യകാലത്തെ ഓൺകോളജിസ്റ്റുകളിൽ ഒരാളാണ്. ആദ്യത്തെ ക്യാൻസറിന്റെ ഡോക്ടർമാരിൽ ഒരാളാണ്. തിരുവനന്തപുരത്ത് RCCയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ CP മാത്യു എന്നാണ് പേര്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിലാണ്. അദ്ദേഹം ആയുർവേദത്തിൽ ഫോക്കസ്ഡ് ആണ്, സിദ്ധയിൽ ഫോക്കസ്ഡ് ആണ്. കാരണം അദ്ദേഹം അലോപ്പതി ഒക്കെ വിട്ട് അദ്ദേഹം ഈ പിന്നെയും ഓൺകോളജി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത് ചെറിയാൻ ആശ്രമം എന്നൊരു ആശ്രമം ഉണ്ട്, അവിടെയായിരുന്നു അദ്ദേഹം പരിചയപ്പെട്ട് എന്റെ കൂടെ വന്ന് സക്സസ്ഫുള്ളി ഗ്ലോബലിന്റെ പ്രസന്റേഷൻ എടുക്കാൻ 2017 അവസാനവും 2018 അദ്ദേഹം ഏറ്റവും കുറഞ്ഞ 6-7 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ റൂമിൽ, ഞാനിരിക്കുന്ന റൂമിൽ അദ്ദേഹം ഞാനുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. വേറെ 2 പേരുണ്ടായിരുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് ആരോഗ്യത്തിനെ കുറിച്ച്, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്നും വളരെ വലിയതാണ്. ഒത്തിരി പ്രായമുള്ള വ്യക്തിയാണ്, ഏകദേശം 86 വയസ്സോളമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാല് അതിന്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് ഭയങ്കര ഒത്തിരി നമ്മളോട് സിമിലർ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ 95 ഒക്കെ കഴിക്കുന്നതിനെ പറ്റി അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊക്കെ വീഡിയോ നഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ: കയ്യിൽ കുറെ കാശും അടുത്തൊരു ആശുപത്രി ഉണ്ടാകുന്ന വെച്ചിട്ട് പല ആൾക്കാരും ഭയങ്കര കോൺഫിഡൻസിലാണ് ജീവിക്കുന്നത്. ഈ ആശുപത്രിയും കാശും നിങ്ങൾക്ക് അറിയാവുന്ന ബന്ധത്തിലുള്ള ഡോക്ടറും ഒക്കെ പ്രയോജനപ്പെടാവുന്ന ഒത്തിരി സിറ്റുവേഷൻസ് നമുക്ക് വരും. ഞാനത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ജീവിതത്തില് എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡന്റ് ആകരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും സംഭവിക്കില്ല എന്നൊരു സാധനം വരരുത്. കാരണം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് നമുക്ക് വരുത്തരുത്. ഹോസ്പിറ്റൽസ് കാൻ നോട്ട് എൻഷുർ ഹെൽത്ത് 100%. നിങ്ങളുടെ ആരോഗ്യം 100% ഉറപ്പുവരുത്താൻ ആശുപത്രികൾ സാധിക്കുന്നില്ല. മെഡിസിൻസ് കാൻ നോട്ട് എൻഷുർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും മരുന്നുകൾക്ക് പൂർണ്ണമായും സാധിച്ചെന്ന് വരില്ല. സോ നമ്മൾ പ്രോ ആക്റ്റീവ് ആണ്. അതായത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച എന്തിനാണ്? നമ്മൾ ഒരു മാർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മേടിക്കാൻ വേണ്ടി പഠിച്ചതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ജീവിതകാലം മുഴുവൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവമാണ് നമ്മൾ മറന്നുപോയി. അപ്പൊ യു കനോട്ട്, നമ്മൾ എന്താ പറയുന്നത്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഞാൻ പറയുന്നത് പ്രിവെൻഷൻ ഈസ് സ്മാർട്ടർ ദാൻ ക്യൂർ. അതായത് പ്രിവെന്റ് ചെയ്യുന്നതാണ് ക്യൂർ ചെയ്യുന്നതിനേക്കാളും സ്മാർട്ട് ആയിട്ടുള്ള കാര്യം. നെവർ വെയിറ്റ് ഫോർ ഡയബറ്റീസ് ടു അറ്റാക്ക് യു. നിങ്ങളുടെ ഡയബറ്റീസ് അറ്റാക്ക് ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കരുത്, അതിന് മുമ്പ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തില് 99% ആൾക്കാർ റിയാക്റ്റീവ് ആണ്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? വന്നിട്ട് ചികിത്സിക്കാതിരിക്കണം. 1% അല്ലെങ്കിൽ മാക്സിമം 2% ആൾക്കാരാണ് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ളത്. വരുന്നതിന് മുമ്പ് എങ്ങനെ ചികിത്സിക്കാം. സോ നമ്മൾ ഇന്ന് കൂടെ സംസാരിക്കുന്ന വരുന്നതിന് മുമ്പ് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്കിത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ കാറിന് എയർ ബാഗ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. വന്നു കഴിഞ്ഞിട്ടാണോ നമ്മൾ എയർ ബാഗ് വെക്കുക? അല്ല, വരുന്നതിന് മുമ്പാണ് അല്ലെ. നമ്മൾ മൊബൈലിലെ കവർ ഇടുന്നത് എന്തിനാണ്? ഈ ഒരു സാധനം താഴെ പോയാൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ ഒരു മൊബൈലിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. കാറിന് നമ്മള് പെയിന്റിങ് അടിക്കും, സെറാമിക് കോട്ടിങ്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഒത്തിരി കോട്ടിങ്ങുകളൊക്കെ ഉണ്ട്. ഗ്രാഫൈൻ എന്നൊക്കെ പറഞ്ഞ കോട്ടിങ്ങുകളുണ്ട്. ഇപ്പൊ ഒരു കാറിന് അടിക്കണമെങ്കിൽ, ഇപ്പം ചെറിയൊരു കാറിന് അടിക്കണമെങ്കിൽ പോലും 35,000-40,000 രൂപയ്ക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അത് അടിക്കുന്നത് എന്തിനാണ്? കാറിന്റെ പെയിന്റിനെ പോളിഷ് നിലനിർത്താനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തില് നമ്മൾ ആ പ്രശ്നം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും? ഇത് വലിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ എന്തുമാത്രം നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്? എത്ര ന്യൂട്രീഷണൽ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? എന്തുമാത്രം എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? എന്തുമാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട്. ഇന്നത്തെ മെയിൻ ഡിസീസസ് ആർ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്.
നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസ് ആണ് നമുക്കുള്ളത്. അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ആഹാരം. ജങ്ക് ഫുഡ്, അൺവാണ്ടഡ് ഫുഡ്, അൺവാണ്ടഡ് ടൈമിങ്. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം നമ്മള് എന്താ പറയുന്നത്, ഈ KFC-യിലോ മക്ഡൊണാൾഡ്സിലോ പോയി കഴിക്കുന്ന വറുത്തതും പൊരിച്ചാലെ ബ്രോസ്റ്റ് മാത്രമേ ഉള്ളതെന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന മിക്കവാറുള്ള സാധനം ജങ്ക് ഫുഡ് തന്നെയാണ്. നമ്മൾ പുറത്ത് പോയി യാത്ര ചെയ്യുമ്പോൾ കഴിക്കുന്ന 99% ആൾക്കാരും കഴിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡ് പരിധിപ്പെടുത്താം. അപ്പൊ നമ്മളറിയാം, നമ്മൾ വെജിറ്റേറിയൻ ആകുന്ന കുറെ ആൾക്കാരുണ്ട് യാത്ര ചെയ്യും. വെജിറ്റേറിയൻ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറച്ചുകൂടെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും ആ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ വെജിറ്റേറിയൻ ഡസന്റ് മീൻ ദാറ്റ് യു ആർ സേഫ്. കാരണം എന്താ അറിയോ, ഒരു ചിക്കൻ ഫ്രൈയിൽ എന്തുമാത്രം എണ്ണ ഒഴിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ എണ്ണ ചിലപ്പോൾ ഒരു ദോശക്കകത്ത് ഒഴിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 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 വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, ഉടുപ്പി റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുന്ന റെസ്റ്റോറന്റിലൊക്കെ അവിടെയൊക്കെ ഒരു മസാല ദോശയോ അല്ലെങ്കിൽ നെയ് റോസ്റ്റോ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിനെ ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി അവർ കോരി ഒഴിക്കുന്ന എണ്ണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തല ഇറങ്ങി. പിന്നെ അതിലൂടെ കഴിക്കുന്ന തേങ്ങയുടെ ചട്നി, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ, അതിന്റെ കൂടെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ പിന്നെ ഭേദം ചിക്കൻ ഫ്രൈ ആക്കും. ചിക്കൻ ഫ്രൈ കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യല്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ എന്ന് വെച്ച് നിങ്ങൾ സേഫ് ആണെന്ന് വെച്ച് നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന മിക്കവാറും ഫുഡ്സിനകത്ത് ജങ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കണം. പിന്നെ അൺവാണ്ടഡ് ടൈമിങ്. നമ്മൾ കഴിക്കേണ്ട ആഹാരം രാവിലെ നന്നായിട്ട്, ഉച്ചയ്ക്ക് മിതമായിട്ട്, രാത്രിയിൽ ഏറ്റവും ലൈറ്റ് ആയിട്ട്. മിക്കവാറും 90% ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ തിരിച്ചായിരിക്കും. രാവിലെ ചിലപ്പോൾ കഴിച്ചെന്ന് വരാം, ഉച്ചയ്ക്ക് മിതമായിട്ട് കഴിച്ചേക്കാം. വൈകുന്നേരമാണ് ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് ചിക്കനും മട്ടനും മീനും ഒക്കെ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. കേരളത്തിൽ വിൽക്കുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ 80% ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും ഉച്ച കഴിഞ്ഞിട്ടാണ് സൊമാറ്റോക്കാർ വെബ്സറി. വൈകുന്നേരമാണ് സൊമാറ്റോക്കാർ. സൊമാറ്റോ എന്നുള്ള ഇതില്ല, സൊമാറ്റോ ഞാൻ ഫുഡ് ഡെലിവറി ബോയ്സ് ആണ്, ഫുഡ് ഡെലിവറി ആപ്പാണ്. അവർ കൊണ്ടുകൊടുക്കുന്ന ആഹാരത്തിന്റെ 80% വൈകുന്നേരങ്ങളിലാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ തന്നെയാണ് മേടിച്ച് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 80% ആൾക്കാർ നോൺ വെജിറ്റേറിയൻ വൈകുന്നേരം വളരെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പൊ അസുഖം വരുന്നതിന് വേറെ കാരണങ്ങളൊന്നും തപ്പി പോകണ്ടെന്ന് അർത്ഥം. ദെൻ അൺവാണ്ടഡ് ഫുഡ്, വേണ്ടാത്ത ഫുഡുകളും കഴിക്കുക, അതാണ് ആവശ്യം. അതായത് നമ്മൾ കോള കഴിക്കുക. നമ്മൾ അറിയാം, കോള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് ശരിക്കും പറഞ്ഞാൽ എംപ്റ്റി കാലറീസ് ആണ്. അതിനകത്ത് ഒന്നുമില്ല. കാർബണേറ്റഡ് ഡ്രിങ്കുകൾ മിക്കവാറും ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. വേണ്ടാതെ കുറെ അധികം ചായ കുടിക്കുക, കുറെ അധികം കാപ്പി കുടിക്കുക, ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഡിസീസ് വരാനുള്ള അടുത്ത കാര്യം നമ്മുടെ പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയെ കുറിച്ച് എല്ലാ ആൾക്കാരും വളരെയധികം വിലപിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഈ പരിസ്ഥിതിയെ കുറിച്ച് എത്ര പേര് കെയർഫുൾ ആണ്? നമ്മൾ പരിസ്ഥിതിയെ നമുക്ക് കാര്യമായിട്ടൊന്നും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിന് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ എന്തുമാത്രം ദേഹം അനങ്ങി ഇന്ന് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ആലോചിച്ച് നോക്കാം. വളരെയധികം കുറച്ച് മാത്രം നമ്മൾ ദേഹം അനങ്ങുന്നുള്ളൂ. 6000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുന്ന ആൾക്കാര് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 15% താഴെയാണെന്നാണ് പറയുന്നത്. 6000 സ്റ്റെപ്പ് നടക്കും. നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ ദേഹം അനങ്ങുന്നത് വളരെ കുറവാണ്. ഇത് വളരെ ഇതാണ്. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, ഇറ്റ്സ് എ മേജർ തിങ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പലപ്പോഴും വളരെ വയറ് നിറയുന്നതിന് കൂടുതൽ ആഹാരം കഴിച്ചെങ്കിൽ ഇതിനകത്ത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഉണ്ടാവാറില്ല. ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിന് വേണ്ടത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ സ്ട്രെസ്, വേണ്ട കാര്യത്തിനും വേണ്ടാത്ത കാര്യത്തിനും ഒക്കെ സ്ട്രെസ്സാണ്. എന്നുവെച്ചാല് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെയാണ് പോയി സ്ട്രെസ് എടുക്കുന്നത് നമുക്കറിയില്ല. കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. നീ നന്നായിട്ട് പഠിച്ചോണം എന്ന് പറഞ്ഞ് കണ്ണൂരിട്ട് കാണിച്ചു കഴിഞ്ഞാല് നമ്മൾ പോയി പഠിച്ചോളും. ഇന്നത്തെ കുട്ടികളോ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവർ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ, ഇവൻ നഴ്സറി സ്കൂളിലാണെങ്കിലും മണ്ണിലും 2-വീലൊക്കെ പഠിക്കുന്ന എക്സാമിന്റെ സമയത്ത് അമ്മമാർ ലീവ് എടുത്തിരിക്കുകയാണ്. എന്തിനാ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ സ്ട്രെസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ട്രെസ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് മേഖലയിൽ നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എങ്ങനെയോ അത് ഒരു പരിധി വരെ ശരിയാണെങ്കിലും അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ അല്ലാതെ നമുക്ക് ജീവിക്കാം, ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ ഇതിന് പകരം നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത് എത്രയോ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ് എടുക്കാറുണ്ട്. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി സ്ട്രെസ് എടുക്കാറുണ്ട്. നാളെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വെച്ച് സ്ട്രെസ് എടുക്കാറുണ്ട്. ഇത് സ്ട്രെസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ പുറകോട്ട് വലിക്കുന്ന കാര്യമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ 7 hours എങ്കിലും ഉറങ്ങണം എന്നാണ്. ഒരു 7 മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങണം. 6 to 8 hours എന്നാണ് പറയുന്നതെങ്കിലും ഐഡിയലി യു മസ്റ്റ് സ്ലീപ് അറൌണ്ട് 7 hours. ഒരു 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന എത്ര പേരുണ്ട്? അതും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഉറങ്ങേണ്ട സമയത്തിന് നിങ്ങൾ ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് 365 ദിവസം 300 ദിവസം 325 ദിവസമെങ്കിലും ഒരേ രീതിയിൽ ഒരേ പാറ്റേൺസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആയിരിക്കും. സയന്റിഫിക് സ്റ്റഡീസ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അസുഖത്തിന്റെ കാരണങ്ങളെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ദെൻ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? ആശുപത്രിയിലേക്കാണ് പോകുന്നത് അല്ലെ. ഈ ആശുപത്രികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇന്നത്തെ പഴയ പോലത്തെ എല്ലാ ആശുപത്രികളൊക്കെ നല്ല ഫെസിലിറ്റിയും സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യമാണ്, വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നമുക്കറിയാം നല്ലൊരു ആശുപത്രിയിൽ പോകാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജനറൽ ആശുപത്രികളൊക്കെ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ പല ആശുപത്രികളുടെ സ്ഥിതി പരിതാപകരമാണ്. ഈ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കോടികൾ മുടക്കിയിട്ടാണ് ആശുപത്രികൾ പണിയുന്നത്. കോടികൾ മുടക്കിയിട്ടാണ് ഓരോരുത്തരും ഡോക്ടർമാരാകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഒരു നീറ്റിന് നല്ല മാർക്ക് കിട്ടിയാൽ പോലും ഒരാൾ 5 വർഷം പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു 10-15 ലക്ഷം രൂപ ചെലവാണ്. അല്ല നീറ്റ് കുറവാണെങ്കിൽ, ഇനി അഥവാ നീറ്റിന് ഒന്നും തന്നെ കിട്ടാതെ പ്രൈവറ്റ് എങ്ങാനും മെഡിക്കൽ കോളേജ് പോവാണെങ്കിൽ കോടികളുടെ ചെലവാണ് ഒരാൾ ഡോക്ടറാകാൻ. ഡിഗ്രി എടുക്കാൻ മാത്രം, അത് PG എടുക്കണമെങ്കിലോ. അങ്ങനെയുള്ള ഒരു ഡോക്ടറെ നമ്മൾ പോയി കാണുമ്പോൾ, അങ്ങനെ ഒരു ആശുപത്രി നമ്മൾ പോകുമ്പോൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും MRI മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ 4 കോടി 3 കോടിയൊക്കെ വിലയുള്ളതാണ്. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, ഇതിന് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ചെലവ് ഈ പാവ അസുഖമായിട്ട് നമ്മളെ നിന്നാണ് മേടിക്കുക. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന് ജീവിച്ചിരിക്കില്ലെന്ന അച്ഛനെ കൊണ്ട് ഏകദേശം ഒരു 8-9 വർഷം 10 വർഷം മുമ്പായാലും 10 ആയിക്കോട്ടെ കൂടുതലായിക്കോട്ടെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി. അച്ഛന് ശരിക്കും പറഞ്ഞാല് അമൃത ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്, പിന്നെ പറയാം. പക്ഷെ അച്ഛൻ്റെ ഈ വെള്ളം ഇറക്കുമ്പോൾ ചെറുതായിട്ടൊരു പെയിൻ പോലെ വരുന്നു. പല നോർമൽ ഇതൊന്നും നോക്കിയിട്ട് രക്ഷയില്ല, എന്താന്ന് വെച്ചിട്ട് രക്ഷയില്ല. അപ്പൊ അവിടെ ചെന്ന് 1 മണിക്കൂർ ഒരു 3-4 മണിക്കൂർ 4-5 മണിക്കൂറിന്റെ ഒരു 10-20,000 രൂപയുടെ ബില്ലൊക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഈ പുറത്തുനിന്ന് കാണാൻ പറ്റാതെ അകത്തോട്ട് ഇറങ്ങി ടോൺസിലിന്റെ ഭാഗത്ത് ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വന്നെന്ന് അറിയില്ല, അത് വന്നിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അച്ഛൻ പറയാം 20,000 രൂപ പോയി കിട്ടി. എന്തെങ്കിലും ഒരു നല്ല അസുഖം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ എങ്കിലും ചെയ്യാറ്. ഞാൻ പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ 20,000 തീരുകയല്ല, 8 ലക്ഷത്തിലെ 2 ലക്ഷത്തിലെ തീരുള്ളൂ. ഈ വെറുതെ ഒരു അസുഖത്തിന് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ഇന്നത്തെ ട്രീറ്റ്മെന്റ് എന്തുമാത്രമാണ് അല്ലെ. ഞാൻ അത് തെറ്റാന്നല്ല പറയുന്നത്, നല്ലതാണ്, വളരെയധികം ആവശ്യമാണ്. ഞാനും പ്രിഫർ ചെയ്യുന്നത് നല്ല മെഡിക്കൽ ഡയഗ്നോസിസ് തന്നെയാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ചല്ല, അതിനെ വിമർശിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, അതിന്റെ ആധികാരികതയല്ല ഞാൻ പറയുന്നത്. അത് വളരെ ആവശ്യമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിന് വരുന്ന ചെലവ് നോക്കിയാൽ, ഇതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ, ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ, ഒരു സ്പൈറലിന കഴിച്ചാൽ, അല്ലെ ഒരു കുറച്ച് ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു വെള്ളാട്ട് കഴിച്ചാൽ ഇതിലേക്ക് എത്തിച്ചേരാതിരിക്കാമെന്ന് മാത്രമാണ് എന്റെ പോയിന്റ്. അല്ലാതെ മെഡിക്കൽ കെയർ മോശമാണെന്നോ അലോപ്പതി മോശമാണെന്നോ ഒരു അഭിപ്രായം എനിക്കില്ല. വളരെയധികം ആവശ്യമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ചാടിപ്പോയി ഓടി പോകണ്ടെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ അസുഖങ്ങൾ ആശുപത്രികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, അല്ലെ ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് ഹെൽത്ത് കെയർ ആണോ ഡിസീസ് കെയർ ആണോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് നോട്ട് ഹെൽത്ത് കെയർ, ദാറ്റ് ഈസ് ഡിസീസ് കെയർ. ഒരു അസുഖം വന്ന ഒരാളെയാണ് ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലെ. അസുഖം വരാത്ത ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകാറില്ല. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിലോ ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, പക്ഷെ അതിനെ ഡിസീസ് കെയർ ഇൻഡസ്ട്രി എന്നാണ് വിളിക്കേണ്ടത്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്ടിങ് യുവർ ഹെൽത്ത്. നിങ്ങളെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ റിയൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലല്ല. റിയൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാല് നിങ്ങൾ വെൽനസ് സെന്ററുകളിലാണ്, വെൽനസിലാണ് നടക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാവും. ഇനി വാട്ട് ഈസ് വെൽനസ്? വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽനസ് എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് സോൾ ലെവൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ദൈവികമായിട്ടുള്ള, അല്ല ആത്മീയമായിട്ടുള്ള, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള, നമ്മുടെ വൈകാരികമായിട്ടുള്ള, അതിനേക്കാൾ ഉപരി സോൾ ലെവൽ, അവർ അതിപ്പോ ആഡ് ചെയ്ത സാധനമാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോൾ, ആത്മാവിന്റെ ലെവലിലുള്ള വെൽബീയിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും നല്ല രീതിയിൽ ശരീരം കാത്തുരക്ഷിക്കുകയും ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഈ വെൽനസ് സംസ്ഥാനം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരോഗ്യം മാത്രം പോരാ, മാനസിക ആരോഗ്യം വേണം, ഫിസിക്കൽ ആരോഗ്യം വേണം, സ്പിരിച്വൽ ആയിട്ടുള്ള ആരോഗ്യം വേണം, അതായത് നമ്മുടെ ദൈവികമായിട്ടുള്ള ആരോഗ്യം വേണം, ഇമോഷണൽ ആയിട്ടുള്ള ആരോഗ്യം വേണം, നമ്മുടെ വൈകാരികമായിട്ടുള്ള ബാലൻസ് വേണം, അതുപോലെ സോൾ ലെവലായിട്ടുള്ള കാര്യം, ആത്മീയമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കാശിക്ക് പോവോ അല്ലെങ്കിൽ മെക്കയ്ക്ക് പോകുന്നുള്ളതല്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ മോഡേൺ ഡേ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ക്വിക്ക് ഫിക്സസ് ആണ്, അല്ലെ. നമ്മൾ ഇന്നത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കി കഴിഞ്ഞാല് നമ്മൾ ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞാല്, ക്വിക്ക് ഫിക്സുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്വിക്ക് ഫിക്സ് റീകോൾ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഒട്ടിക്കാൻ പെട്ടെന്ന് ഒട്ടിച്ച് ഒരു ശകലം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചു, പിന്നെ അത് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് പല സ്ഥലത്തും നടക്കുന്നത്. ഒരു അസുഖത്തിൽ നിന്ന് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുക? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന്റെ സിംറ്റംസിന് ആദ്യം നോക്കും. ഓക്കെ, BP ആണ്, BP എങ്ങനെ കുറയ്ക്കാം? ഇത് മാത്രമുള്ള BP എങ്ങനെ കുറയ്ക്കാമെന്ന് മരുന്ന് കഴിച്ച് കുറയ്ക്കുന്നതിന് പകരം, അല്ലെ അതിനോടൊപ്പം തന്നെ BP ഉണ്ടാകാൻ കാരണമായ കാരണങ്ങളെ കൂടെ അഡ്രസ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുമെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന എത്ര പേര്?
ജനറലി ഡോക്ടർമാരൊക്കെ പറയും നല്ല ആഹാരം കഴിക്കണം, രാവിലെ നടക്കണം, ഡയബറ്റീസ് വന്ന അരമണിക്കൂർ നടക്കണം, അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ബോഡി നല്ല രീതിയിൽ എക്സേർട്ട് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എത്ര പേര് അത് ചെയ്യാറുണ്ട്? ശരി നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുളിക കഴിച്ചപ്പോൾ ഡയബറ്റീസ് ലെവൽ നോർമലായി. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫാസ്റ്റിംഗിൽ 120 താഴെ എത്താം, അല്ലെങ്കിൽ BP 120/80 അല്ലെ 130/85-90 അതിലെത്തിക്കുക. ഒരു ഗുളിക കഴിച്ചപ്പോൾ നമുക്ക് ഈ ഗുളിക BP നേരെയായി, ഇനി പിന്നെ തന്നെ രാവിലെ നടക്കാൻ പോകുന്നു, പിന്നെ എന്തിനാ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? നമ്മൾ പിന്നെ രാവിലെ പുറത്ത് വരുമ്പോൾ നമ്മള് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇതും കഴിച്ച് മീൻ ഫ്രൈയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഗുളിക കഴിച്ചപ്പോൾ നേരെ ആയെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ള തോന്നലാണ് നമ്മളുണ്ടായത്. ആ ഗുളിക കഴിച്ച് മറ്റൊരു അസുഖത്തിലേക്ക് പോവുകയാണ്, ആ ഗുളികയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം BP-ക്കൊക്കെ പോയി ടെർമിസാട്ടിൻ പോലത്തെ ഗുളികളൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെറിയ ലെവലിലായിരിക്കും, പിന്നെ 20, 10, 5, 10, 20, 50 എന്നൊക്കെ പറഞ്ഞിട്ട് അളവുകളുണ്ടാവും. അല്ലെങ്കിൽ ഇൻസുലിൻ ലെവലും ഉണ്ടാവും. ആദ്യം നമ്മൾ മെറ്റ്ഫോമിനായിരിക്കും, അത് കഴിഞ്ഞ് അടുത്തടുത്ത സാധനങ്ങൾ വന്നു അവസാനം ഇൻസുലിൻ പമ്പ് വരെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പൊ അതായത് നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ല. തരുന്ന ഡോക്ടർക്ക് ഗുളിക കഴിച്ച് തന്നാൽ മാത്രം അത് കഴിച്ചാൽ മാത്രം മതി, നമ്മളുടെ അസുഖം കുറയ്ക്കാനായിട്ടോ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനോ നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലാന്ന് കഴിയുന്ന പൊട്ടന്മാരാണ് നമ്മളില്ലായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ക്വിക്ക് ഫിക്സ് മാത്രമാണ് കൂടുതൽ, നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്തം. ഡോക്ടർമാർ പറയാറുണ്ടാവും, പക്ഷെ റിയൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റീവ് ആണ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ അസുഖം ഉണ്ടായ കാരണം കണ്ടുപിടിച്ച് അതിനെ ക്യൂർ ചെയ്യണം, അല്ലാതെ മാനേജ് ചെയ്യാന്നല്ല. മാനേജിങ് ദ ഡിസീസ് ആൻഡ് ക്യൂറിംഗ് ദ ഡിസീസ് ആർ ടോട്ടലി ഡിഫറെന്റ്. മാനേജിങ് ദ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖത്തിന് ഞങ്ങൾ മാനേജ് ചെയ്തു, സിംറ്റംസ് ഇല്ലാതായി, എല്ലാം ചെയ്തു. പക്ഷെ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ അസുഖത്തിന് ഇല്ലാതാകണം, ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റണം, ഹാർട്ടിന്റെ പ്രശ്നങ്ങളെ BP-യെ ഒരു മരുന്നും ഇല്ലാത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് പോസിബിൾ ടുഡേ. ഇന്ന് സാധിക്കും. പക്ഷെ അത് നമ്മൾ അതിലേക്ക് എത്തണം. അത് ഹാംലെസ് ആണ്, ലോങ് ലാസ്റ്റിംഗ്. അതിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ന് കാറിനും മൊബൈലിനും കമ്പ്യൂട്ടറിനും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ സർവീസ് ചെയ്യാറുണ്ട്. അത് വെൽനെസ് ആണ്. ഇപ്പം എന്റെ കാർ 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യണം. ജാഗോർ 15,000 കിലോമീറ്റർ സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാൻ ഞാൻ 50,000 മുതൽ 60,000 രൂപയാണ് കൊടുക്കുന്നത് ഈ വണ്ടി സർവീസ് ചെയ്യാൻ. 50,000, 60,000 ഓരോ 15,000 കിലോമീറ്ററിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കൊടുക്കും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരെണ്ണം കൊടുത്തിരിക്കുക. അതിനകത്ത് ABS-ന്റെ ഒരു സെൻസറിന് എന്തോ പ്രശ്നം ഉണ്ടായി, അത് മിസ്ഫങ്ഷനിങ് ആണ്. അത് മാറ്റാനായിട്ട് 22,000 രൂപയാണ്. അവർ പറഞ്ഞ് കുറച്ചുകൂടെ ഓടും. എത്ര നാൾ ഓടും? ഒരു 5,000 കിലോമീറ്റർ ഓടും. ഞാൻ പറഞ്ഞു മാറ്റിക്കോ, കാരണം മിസ്ഫങ്ഷനിങ് ഒരു സാധനം വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് രാത്രി മലപ്പുറത്ത് പോകാനോ തിരുവനന്തപുരത്ത് പോകാനോ ഓടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ മിസ്ഫങ്ഷനുള്ള സാധനം നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകും, അല്ലെ? അപ്പൊ അതിനൊരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ ചെയ്യുമെങ്കിലും എനിക്കൊരു അസുഖം വന്നാൽ ഇതേ രീതി ഞാൻ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യം കുഴപ്പമില്ല എന്നൊരു തോന്നല് നമുക്ക് പോകും. കാറിന്റെ കാര്യത്തിലോ ബൈക്കിന്റെ കാര്യത്തിലോ മൊബൈലിന്റെ കാര്യത്തിലോ ഒന്നും തന്നെ ഇത്രയും നമ്മൾ കെയർലെസ് ആകാറില്ല നമ്മുടെ കാര്യത്തിലൊഴികെ. സോ ആന്റിവൈറസ് നമ്മൾ മൊബൈലിലിടും, അല്ല കമ്പ്യൂട്ടറിലിടും, സ്ക്രീൻ ഗാർഡ് നമ്മൾ മൊബൈലിലിടും, ആന്റി ഫംഗൽ പെയിന്റ് എന്റെ വീട് പെയിന്റ് അടിച്ചിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സിന്റെ എപ്പെക്സ് അൾട്ടിമ അതിനപ്പുറത്തേക്ക് വല്ലതുകൊണ്ട് അതുകൊണ്ട് വെച്ചില്ല. അത് എന്താണ്? പായൽ വരാതിരിക്കും. ഈ പായൽ വരാതിരിക്കാൻ എന്റെ ഉള്ളിൽ വന്ന് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനം. ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത ആൾക്കാർ നമ്മൾ ചുറ്റും ഉണ്ടെന്നുള്ള മനസ്സിലാക്കണം. സോ ഇത് തന്നെ നമുക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്തുകൂടാം? നമ്മൾ എന്തുകൊണ്ട് അസുഖം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? നമ്മൾ റിയാക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ട് പ്രൊആക്റ്റീവ് ആയിക്കൂടാം? ദിസ് ഇസ് എ $1 million ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം? സോ ഡേഞ്ചറസ് ആണ് അസുഖം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവും. വെൽനസ് ഈസ് ഓക്കെ. വെൽനസ് ഇനി ആയുർവേദവും വെൽനസുമായിട്ട് എന്താ ബന്ധമുള്ളത്? ആയുർവേദ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേദ ഫോർ ആയുസ്. ആയുസിന്റെ വേദത്തിനാണ് ആയുർവേദം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? സോ ആയുർവേദ ഈസ് വേദ ഫോർ ആയുസ്. ആയുസിന്റെ വേദമാണ്. ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ, നോട്ട് എ മെഡിക്കൽ സിസ്റ്റം. ആയുർവേദം എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയല്ല, ജീവിത രീതിയാണ്. ആയുർവേദം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ചരകനും സുശ്രുതനും ഉൾപ്പെടെ ആയുർവേദം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് എ ജീവിത രീതി, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇറ്റ് ഈസ് നോട്ട് എ അതിനകത്ത് ചികിത്സ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ജീവിത രീതി. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, ആഹാരം കഴിക്കണം, ഈ സാധനങ്ങളല്ല. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് പല മതങ്ങളിലും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ജീവിത രീതി അത് ശരിക്കുണ്ട്. അതൊരു ഹോളിസ്റ്റിക് ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മോഡേൺ ഡേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജനറൽ മെഡിസിൻ ഉണ്ട്, അവിടെ ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, അവിടെ നെഫ്രോ ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, ഡയബറ്റോ റെറ്റിനോപതോളജിസ്റ്റ് ഉണ്ട്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ഡോക്ടർ. ആ സമയത്ത് ആയുർവേദത്തിൽ ചെന്നാൽ പാവം ഒരു വൈദ്യൻ. നമുക്ക് എന്താ സങ്കടം പറ്റുന്നത്? പാവം ഒരു ആയുർവേദ MD ഡോക്ടറോട് ആയുർവേദ വൈദ്യന് നാടി പിടിച്ച് നോക്കുന്നു, ഇങ്ങനെ നിന്നിട്ട് ചികിത്സിക്കുക. പക്ഷെ അതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. ഹോമിയോ പോയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ട ചിരി വരും. എപ്പോഴും എഴുന്നേക്കും? എരിവാണോ ഇഷ്ടം, പുളിയാണോ ഇഷ്ടം, മധുരമാണോ ഇഷ്ടം, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിഞ്ഞ് എഴുന്നേക്കുന്നത്, ചൂടാണോ ഇഷ്ടം, തണുപ്പാണോ ഇഷ്ടം, ഇങ്ങനെയെല്ലാം ഒരു 25 ചോദ്യം. നമുക്ക് എനിക്ക് ആദ്യം കഴിയുമ്പോൾ ചിരി വന്നു. അപ്പൊ അവസാനം എന്റെ ഒരു ഫ്രണ്ട് ഹോമിയോ ഡോക്ടർ, ഞാൻ അവരോട് ചില
ഈ സാധനം എന്താ. അപ്പൊ ഞാൻ ഓരോരുത്തർക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, അതായത് സ്പെസിഫിക് ആയിട്ട് മെഡിസിൻ ഹോമിയോയിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത മരുന്ന് ആയുർവേദത്തിൽ ഹോമിയോയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാതെ ആർക്കോ വേണ്ടിയുണ്ട്. അപ്പൊ സായിപ്പ് പറഞ്ഞു 120/80 ആണ് സാർ നമ്മുടെ ബി.പിയുടെ ലെവല്. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല 120/80 കൂടിയാൽ എന്താ ഉണ്ടാകുന്നത്. എന്റെ ഫാദർ ശരിക്കും പറഞ്ഞാല് ഫാർമസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മരുന്ന് സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് വെച്ചാൽ, ഞങ്ങൾ വളരെ കുറച്ച് മരുന്നേ കഴിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കണ്ടത്. ഞങ്ങൾക്ക് 2 മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ വേറെ 4 മെഡിക്കൽ ഷോപ്സ് ഉണ്ട്. 6 മെഡിക്കൽ ഷോപ്പുള്ള ഫാമിലിയാണ് ഞങ്ങൾ. അച്ഛൻ ഫാർമസിസ്റ്റ്, അച്ഛന്റെ ബ്രദർ കൊച്ചച്ഛൻ ഫാർമസിസ്റ്റ്, മരുമകൻ ഫാർമസിസ്റ്റ്, ഞങ്ങൾ കഴിക്കുന്ന ഹോമിയോ. ഇതായിരുന്നു അവസ്ഥ. പഴയ ഡിഫാം ഫാർമസിസ്റ്റ് ആണ് 69 68 സമയം പറയുന്നത്. ഈ അന്നത്തെ ഡിഫാം ഫാർമസിസ്റ്റുകളെ എന്റെ അച്ഛൻ പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്ന ഒരു ഫാക്ടറിക്കകത്ത് ഉണ്ടാക്കിയാണ്. ഈ ഫാക്ടറിക്കകത്ത് ഉണ്ടാക്കിയ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ 12 മുതൽ 24 മണിക്കൂറെ വർക്ക് ചെയ്യത്തുള്ളൂ. അതേ സമയത്ത് ചെടികള് ചെന്നിനായകം വരെ എടുത്ത് പൊടിച്ച് കഴിക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ശരീരത്തിൽ ഇഫക്റ്റ് ഉണ്ടാകും. കോമൺ സെൻസ് ആണ്. അതിന് പ്രത്യേകിച്ച് ഫാർമസി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നതിനും നമ്മുടെ ശരീരത്തിന് ഒരു യൂണിറ്റ് ആയിട്ട് കണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ക്യൂറേറ്റീവ് മെഡിസിൻസ്, അതായത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആയുഷ് മെഡിസിൻ എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, അതുപോലെ തന്നെ യുനാനി, ഇതെല്ലാം നമ്മൾ ഹോമിയോ, ഇതെല്ലാം ചികിത്സിക്കുന്ന ഹോളിസ്റ്റിക് മെഡിസിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടിട്ടാണ്. അതാണ് സെൻസിബിൾ, അതാണ് ആവശ്യം എന്നുള്ളത്. അതിന്റെ അർത്ഥം അലോപ്പതി വേണ്ട എന്നുള്ളതല്ല. അലോപ്പതിക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷെ അലോപ്പതി മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എന്തുകൊണ്ട് നമുക്ക് ആയുർവേദനങ്ങൾ ചെയ്തുകൂടാ? അത് ക്യൂറേറ്റീവ് ആണ്, അത് ലോങ് ടൈം സസ്റ്റൈനബിൾ ആണ്. നിങ്ങൾക്കൊരു മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുന്ന 12 മണിക്കൂർ 24 മണിക്കൂർ അസുഖം കുറയ്ക്കുന്നതാണോ? മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ കഴിച്ച് ഒരിക്കലും ഒന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നതാണോ നല്ലതെന്ന് ആലോചിച്ചു. ദാറ്റ് ഈസ് കോമൺ സെൻസ്. അത്രേ ഉള്ളൂ. സെൽഫ് ഹീലിംഗ് ആണ് ആയുർവേദം. ആയുർവേദം ലോങ് ടൈം സസ്റ്റൈനബിൾ ആണ്. ആയുർവേദം സെൽഫ് ഹീലിംഗ് ആണ്. ആയുർവേദം ജനറലി സേഫ് ആണ്. നിങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വെൽനസിന് ലോകം മുഴുവൻ ആയുർവേദ. വെൽനസിന് ഇന്ന് ലോകം മുഴുവൻ പറയുന്ന 2 കാര്യം: ഒന്ന് ആയുർവേദ, 2 യോഗ. ആയുർവേദ യോഗയും വളരെ ഇതാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ ആണ്. ആയുർവേദത്തിൽ എന്താണ്? ഒരു ചെടിയുടെ എല്ലാ തണ്ട് വേറെ ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെതായ അളവിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മളെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആയുർവേദം അല്ലെ. അപ്പൊ ആയുർവേദത്തിന് അതിൻ്റെതായ കാര്യമുണ്ട്. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്, കംപ്ലീറ്റ്ലി സിങ്ക് വിത്ത് നേച്ചർ. അതാണ് അതിന്റെ പ്രത്യേകത. ആയുർവേദ ടുഡേ 78% ഇന്നത്തെ ആയുർവേദത്തിനകത്ത് ചിരി വരും. 78% ആയുർവേദത്തിന്റെ ഉപഭോക്താക്കൾ 60 വയസ്സിന് മുകളിലുള്ള. ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ എന്നുള്ള സ്ഥലത്ത് അറിയാം, ചെങ്കുവെട്ടിയിൽ. കോട്ടക്കൽ എന്നുള്ള പേര് തന്നെ ഫേമസ് ആയത് കോട്ടക്കൽ ആയുർവേദശാലയുടെ പേരിലാണ്. ലോകം മുഴുവൻ അറിയുന്ന പേരാണ് കോട്ടക്കൽ. ഈ കോട്ടക്കൽ എന്നുള്ള ചെങ്കുവെട്ടിയിലെ കോട്ടക്കൽ ആശുപത്രിയില് ഗൂഗിളിന്റെ സിഇഒയും മൈക്രോസോഫ്റ്റിന്റെ സിഇഒയും രാജ്നാഥ് സിംഗും അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരും വലിയ വലിയ റിച്ചും ഫേമസും ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ചികിത്സിക്കാൻ പോകും. നേരെ ഡയഗണലി ഓപ്പോസിറ്റ് അൽമാസ് ആശുപത്രിയിലുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ട് പോകും. അവിടുത്തെ നാട്ടുകാരെല്ലാം അങ്ങോട്ട് പോകും. കാരണം അവര് ഗൂഗിളിന്റെ സിഇഒക്ക് സമയമില്ലാത്ത വ്യക്തി. ഒരു വർഷം ഗൂഗിളിന്റെ ഇന്ത്യയിലെ സിഇഒക്ക് ഒരു വർഷത്തെ സാലറി ഏതാണ്ട് 40 കോടി രൂപയാണ്. 40 കോടി രൂപ ഒരു മാസത്തെ ഉള്ള സാലറി ഏകദേശം 3 കോടി കൂടുതലാണ്. 3.5 കോടിയാണ്. ആ 3.5 കോടി മാസ വരുമാനമുള്ള ആൾ ആയുർവേദത്തിൽ ചികിത്സിക്കാൻ സമയം കണ്ടെത്തി അവിടെ ഒന്ന് കിടക്കും. 3000 രൂപ അല്ല 300 രൂപ ഒരു ദിവസം വരുമാനം, അല്ല 1000 രൂപ ഒരു ദിവസം വരുമാനമുള്ള നമ്മള് നേരെ അൽമാസ് ആശുപത്രി പേര് ഗുളിക ഒഴുകിയിട്ട് അടുത്ത പണിക്ക് പോകും. എന്താണ്? നമുക്ക് സമയമില്ല. സമയമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് നമ്മളെ കുറിച്ച് കാഴ്ചപ്പാട് വ്യത്യസ്തമാകുന്നുണ്ട്. അയാൾക്ക് കാശുള്ളതുകൊണ്ട് വന്നു എന്നുള്ളതല്ല. കാശൊന്നും വേണ്ട. ആയുർവേദ ട്രീറ്റ്മെന്റ് അത്ര കാശൊന്നും ആവശ്യമൊന്നുമില്ല. ആയുർവേദ ട്രീറ്റ്മെന്റ് വേണ്ട ക്ഷമയും ആയുർവേദ ട്രീറ്റ്മെന്റ് മൈൻഡ് സെറ്റുമാണ്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ ആ വഴിക്ക് പോകും. അതാണ് പ്രശ്നം. 78% ആൾക്കാർ 60 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ്. ഇന്ന് യങ്സ്റ്റേഴ്സിനെ അവർ പറയുന്ന അവർക്ക് പ്രാക്ടിക്കൽ അല്ല, ഇതിന് പഥ്യം വേണം, ആ ടൈം കൺസ്യൂമിങ് ആണ്, ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി കഴിക്കാൻ പറ്റില്ല, ചായ കഴിക്കാൻ പറ്റില്ല, കാപ്പി കഴിക്കാൻ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനൊരു പരിഹാരമാണ് ശരിക്കും. പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് സേഫാന്ന് അറിയാം, ആയുർവേദം സേഫാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് ക്വിക്ക് ഫിക്സ് ഇല്ല. അതിന് നോക്കുവാണെങ്കിൽ ആയുർവേദത്തിന്റെ ഹീലിംഗ് പവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദം എന്ന് പറഞ്ഞാല് ഇന്ന് ശരിക്കും പറഞ്ഞാല് ഇത്രയോ ആൾക്കാർ, കേരളത്തിന്റെ ഏറ്റവും വലിയ റവന്യൂ ഏർണിംഗ്സ് എന്തെന്ന് പറഞ്ഞാല് ടൂറിസവും പിന്നെ ആയുർവേദമാണ്. എന്തറിയാം? ആയുർവേദ ബേസ്ഡ് ടൂറിസം ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് കോവളത്തൊക്കെ ആയുർവേദത്തിന് ഫോറിനേഴ്സിനെ മാത്രം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന റിസോർട്ടുകളുണ്ട് കോവളത്ത്. ഏറ്റവും കുറഞ്ഞ ഒരു 2 ഡസനെങ്കിലും ഹോസ്പിറ്റൽസ് എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റഷ്യക്കാർ മാത്രം ഫോക്കസ് ചെയ്യുന്ന റിസോർട്ട് കോവളത്തുണ്ട്, കോവളം ബീച്ചിലുണ്ട്. അവർ റഷ്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ മാത്രമാണ് അവിടെ. റഷ്യ അതുപോലത്തെ രാജ്യങ്ങൾ, യൂറോപ്യൻസ് പോലും അവിടെ കുറവാണ്.
അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഹോസ്പിറ്റൽസിൽ കോടി കണക്കിന് രൂപ മുടക്കിയ ആൾക്കാർ, ലക്ഷക്കണക്കിന് മുടക്കിയ ആൾക്കാർ വരാറുണ്ട്. എത്രയോ ലക്ഷം രൂപ മുടക്കിയ ആൾക്കാർ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബിസിനസ്സിന് നമ്മള് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം നമ്മുടെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ കർക്കിടക മാസം ചിലപ്പോൾ കർക്കിടക കഞ്ഞി കുടിക്കുന്നതാണ് മലയാളികളുടെ മാക്സിമം ആയുർവേദം. അത് ഒരു ദിവസം കുടിക്കുക, അതിന്റെ കയ്പ് കാരണം രണ്ടാമത്തെ ദിവസം ഒഴിവാക്കും. ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ആയുർവേദം. പിന്നെ വല്ല മുറിവെണ്ണ എങ്ങാനും മേടിച്ച് തിരട്ടിയാലായി, ഇപ്പൊ നമ്മുടെ ജാമ്പി വരട്ടിയല്ല, ഇതാണ് നമ്മുടെ ആയുർവേദം. പക്ഷെ എലിമെന്റ്സ് വെൽനെസിന്റെ പ്രാധാന്യം അതാണ്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ആയുർവേദം. അതായത് ഇന്നത്തെ മനുഷ്യന് വേണ്ട എന്താണ്? പെട്ടെന്ന് റിസൾട്ട് കിട്ടും അല്ലെ? പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്ത് ചെയ്യണം? പെട്ടെന്ന് അവന് ശരിക്കും അത് പറ്റിയ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആയുർവേദം വിട്ടിട്ട് പല കാര്യങ്ങളുടെയും പുറകെ പോകുന്നത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ്. കാരണം മോഡേണിന്റെ യൂസേജിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ട്രഡീഷണൽ വഴി തെറ്റിക്കാതെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പഥ്യത്തിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. കാരണം പഴയ പോലെ അരിഷ്ടം, കഷായം, ലേഖ്യം ഒന്നും നമ്മൾ ലേഖ്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആ ലെവലിലല്ല. അരിഷ്ടത്തിനെ അവര് എന്ത് ചെയ്തു? ടോണിക്കുകളാക്കി മാറ്റി. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി. ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ API എന്ന് പറയും, അത് പ്രകാരമാണ്. അതായത് ആയുർവേദത്തിന്റെ ബൈബിളാണ് ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ. അത് പ്രകാരം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്. അത് എക്സ്റ്റൻസീവ് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രൊഡക്റ്റുകൾ ഓരോന്ന് ഉത്പാദിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് ഓഫ് മാനുഫാക്ചറിംഗ് ആണ്. അത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് ഓഫ് മാനുഫാക്ചറിംഗ് ആണ് ഇന്ത്യയിലെ ഏറ്റവും, അല്ലെ ലോകത്തിലെ ഏറ്റവും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് മെത്തേഡ്. നിങ്ങൾ മനസ്സിലാക്കുക, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെരി കൺവീനിയന്റ് ആൻഡ് ഡിസൈൻ ഫോർ മോഡേൺ ഡേ യൂസ്. നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഒരു വെൽഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട് നിങ്ങൾ ആലോചിച്ചു. ഉലുവയുണ്ട്, ശതാവരി ഉണ്ട്, അർജുനയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല സാധനങ്ങളും. ഒരു ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അരിസ്റ്റോ കഷായം ഒന്ന് മൂക്ക് പൊത്തി പിടിച്ച് അതിന് കഴിഞ്ഞിട്ട് പഞ്ചാര കഴിച്ച് അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഞാനിത് കഴിച്ചിട്ടുണ്ട്. ഈ നടുവൊരു പ്രശ്നം പറ്റി ആയുർവേദം മരുന്ന് കഴിച്ച അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഇതിനൊന്നും ആവശ്യമില്ല. വളരെ ഇഫക്റ്റീവ് ആണ്. ഞാൻ എന്റെ ഇപ്പൊ ലതയുടെ കാര്യം തന്നെ പറയാം. ലതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ, 4-4.5 വർഷമായിട്ട് ഉപ്പുറ്റി വേദന എന്നുള്ള സാധനം 3 ആഴ്ച കൊണ്ട് പകുതിയായിട്ട് വന്നു. 6 ആഴ്ച കൊണ്ട് ആ ഉപ്പുറ്റി വേദന ഇല്ലാതാക്കിയതാണ് ഈ പറയുന്ന ആയുർവേദത്തിനകത്ത് ലതയുടെ ഇതിന്റെ റിസൾട്ട്. എത്ര ഇഫക്റ്റീവ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആൻഡ് അൺകോംപ്രമൈസ്ഡ് ബ്രാൻഡ് ആണ്. ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. പ്രോഡക്റ്റ് നിങ്ങൾ പറയുന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിന്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ബ്രാൻഡാണ്. തന്നെയല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡിന്റെ അവാർഡ് 3 വർഷം കിട്ടിയ സാധനം. 3 വർഷം ഏറ്റവും നല്ല ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ അവാർഡ് കിട്ടിയ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാലോ. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ പല കമ്പനിക്കും പല പ്രോഡക്റ്റിനുണ്ട്. നിങ്ങൾ മനസ്സിലാവും, അത്രയധികം സാധനങ്ങളാണ്. ഇനി റെഗുലർ ആയുർവേദ എലിമെന്റ്സ് ആയിട്ടുള്ള വ്യത്യാസം വെച്ചാല്, സാധാരണ എന്ന് പറഞ്ഞാല് ഇന്നത്തെ റെഗുലർ നമുക്ക് ചവനപ്രാശം പോലത്തെ സാധനങ്ങൾ നമ്മളെക്കാളും വില കുറച്ച് മാർക്കറ്റിൽ കിട്ടും. മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാണ്. ഇൻഗ്രീഡിയൻസിന്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ സാധനം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മാനുഫാക്ചറിങ് ക്വാളിറ്റി, അതിനകത്ത് ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇതെല്ലാം വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനാൽ ആ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രയധികം റിസൾട്ടാണ്. ഒരു നോൺ കോംപ്രമൈസ്ഡ് ബ്രാൻഡാണ്. നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ഇപ്പൊ വെൽഹാർട്ട് എടുക്കുക, അല്ല ഫൈറ്റ് സ്ട്രെസ് എടുക്കുക, അല്ലെങ്കിൽ വുമൻ കമ്പാനി, ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിനകത്ത് ഏതൊക്കെ പ്രൊഡക്റ്റിനകത്ത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആ ലെവലിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി, അതായത് ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഇപ്പൊ ശതാവരി ഉണ്ടെങ്കിൽ ശതാവരി അതിനകത്ത് ഉണ്ടെന്ന് ടെസ്റ്റിൽ കൂടെ തെളിഞ്ഞിട്ട് മാത്രമേ ആ സാധനം പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനത്തിന് ശതാവരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് ശതാവരി ഉള്ളതെന്ന് ആർക്കറിയാം? ഈ പച്ചമരുന്ന് കണ്ടാൽ ഇപ്പൊ കോട്ടയത്തിൽ പച്ചമരുന്ന് കടയുണ്ട്, ഇവിടെ ചന്തയ്ക്കകത്ത് ഒത്തിരി പച്ചമരുന്ന് കടയുണ്ട്. അവിടെയൊക്കെ ചെന്നായി കിട്ടുന്ന പച്ചമരുന്ന് ശരിയായിട്ടുള്ളതാണെന്ന് എങ്ങനെ അറിയാം? ആർക്കും അറിയത്തില്ല. അപ്പൊ അതാണ് അവസ്ഥ. പക്ഷെ അതേ സമയത്ത് റിയൽ ടെസ്റ്റ് നടത്തി, ഇൻഗ്രീഡിയൻസ് വരെ ടെസ്റ്റ് നടത്തി എടുത്തിട്ടാണ് ഈ സാധനം മാനുഫാക്ചറിംഗിന് പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് ഓഫ് മാനുഫാക്ചറിംഗ് അതാണ്, നിങ്ങൾ മനസ്സിലാക്കാം. അത്രയധികമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ക്യാപ്സൂള്, ടോണിക്ക്, അവലേഖ എന്ന് പറഞ്ഞാൽ ലേഖ്യം, ഇതൊക്കെയാണ് നമുക്കുള്ളത്. വെരി എഫക്റ്റീവ് ആണ്, നിങ്ങൾക്കറിയാം. വെരി ഫാസ്റ്റ് ആണ്. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ചു എത്രയോ ആൾക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെ? 60 ലക്ഷത്തിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും. 1.5 വർഷം മുമ്പാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു 10-70 ലക്ഷം പേര് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉപയോക്താക്കൾ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലാതെ ഇന്നലെ ഇറക്കിയ പ്രൊഡക്റ്റ് അല്ല. സോ എലിമെന്റ്സ് വെൽനസ് ഈസ് സംതിങ് വിച്ച് ഇസ് യുണീക്ക്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന യുണീക്ക് ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർ DB അനന്തനാരായണൻ. ഏകദേശം 44-45 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് ഈ ഒരു രംഗത്ത്.
ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആയുർവേദ രംഗത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ്. ഗോൾഡ് മെഡലിസ്റ്റ് ബിഫാം, ഫസ്റ്റ് ക്ലാസ് ഇൻ എംഫാം, ഡയറക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് യൂണിലിവർ, ഡയറക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് ഡാബർ. 10 വർഷത്തേക്കുള്ള റാൻഡ് വാക്സിൻ എക്സ്പീരിയൻസ് ഉണ്ട്. ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ എക്സ്പെർട്ട് മെമ്പർ ഇൻ സയന്റിഫിക് പാനൽ ഓഫ് FSSAI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സയന്റിഫിക് അഡ്വൈസറി പാനലാണ്. ഇഷ്ടംപോലെ അവാർഡ്, പലതരത്തിലുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. MD ആയുർവേദം പഠിക്കുന്ന ആൾക്കാര് ഡോക്ടർ DB നാരായണയുടെ ബുക്ക് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയധികം ഒരു വ്യക്തിയാണ് ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രസ്റ്റ് മീ, ഇനിയും കമ്പനി പ്രൊഡക്റ്റ് കൊണ്ടുവരാണ്, പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പോകണം. നിങ്ങൾ മനസ്സിലാക്കണം. സോ നിങ്ങൾ മനസ്സിലാക്കണം, ആയുഷ് മെഡിസിന്റെ കണക്കുകളൊക്കെ പ്രകാരം ആയുർവേദത്തിന് ഒത്തിരി സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത്. എലിമെന്റ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, മിനിമം 3 എലിമെന്റ്സ് പ്രൊഡക്റ്റ് എങ്കിലും നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാം. ഒരു അസുഖം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഉപയോഗിക്കുന്ന ചവനപ്രാശം, അതല്ലെങ്കിൽ സ്പൈറലിൻ, അത് രണ്ടും കൊണ്ട് ഉപയോഗിക്കാം. പ്രോട്ടീൻ മസ്റ്റാർഡ് എന്ന് ഉപയോഗിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആയുർവേദ പ്രൊഡക്റ്റ് അല്ല, പക്ഷെ ആയുർവേദത്തിൽ പ്രോട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രോട്ടീൻ പൗഡറിന്റെ ഗുണം അതിനകത്ത് സോയാബീനിൽ നിന്ന് എടുക്കുന്ന പ്രോട്ടീനാണ്. സോയാ, പി ആൻഡ് വേ. അതായത് പയറ്, വേ എന്ന് പറഞ്ഞാൽ പാല് പിരിയുമ്പോൾ മുകളിൽ കിടക്കുന്ന വെള്ളമില്ല, അത് ഹൈലി പ്രോട്ടീഷ്യസ്, പ്രോട്ടീൻ റിച്ച് ആണ്. ആ പ്രോട്ടീൻ ഉപയോഗിക്കുക. അതുപോലെ സോയാബീൻ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സോയ ഐസോഫ്ലേവോൺസ് ഉണ്ട്. സോയ ഐസോഫ്ലേവോൺസ് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കിഡ്നിക്ക് പ്രശ്നമില്ലാത്ത ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് വരെ കൊടുക്കാം, നിങ്ങൾ ഉപയോഗിക്കണം. അതിന് കോംപ്രമൈസ് വരുത്തിയാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ ആദ്യം നമുക്ക് ബുദ്ധി വേണം, കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് ഈസ് അൺകോമൺ ടു കോമൺ പീപ്പിൾ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യന് ഇല്ലാത്തൊരു സാധനമാണ് കോമൺ സെൻസ്. ഇത് സാധാരണ കോമൺ സെൻസ് എന്ന് പറയുമെങ്കിലും, കോമൺ മാൻ എന്നും കോമൺ സെൻസ് എന്നൊക്കെ പറയുമെങ്കിലും, സാധാരണ മനുഷ്യന് ഈ സാധനം ഇല്ല. നമ്മൾ നോക്കുന്നത് 2200 രൂപ ഒരു കിലോ, അര കിലോ എത്രയാണ് മേടിക്കുന്നത്. ഇതൊരു മാസത്തേക്ക് 2200 രൂപ കൊടുക്കണ്ടേ എന്നുള്ള ഭാവം ഇതുകൊണ്ട് അവസാനം കൊടുക്കുന്ന കിംസിലോ മിംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാസ്റ്റ് MS ഉള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന ലക്ഷങ്ങളായിരിക്കും. 2000 തീരുന്ന സാധനം 2 ലക്ഷത്തിലായിരിക്കും നമ്മൾ തീർക്കുക. മനസ്സിലാക്കേണ്ട കാര്യം കോമൺ സെൻസ് വേണമെന്ന് പറയുന്നതാണ്. പ്രോട്ടീൻ ഒരു ബേസിക് ഫുഡ് സപ്ലിമെന്റ് ആണ്. ചവനപ്രാശം, കവചപ്രാശം, വണ്ടർഫുൾ ആയിട്ടുള്ള എത്രയോ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ആദ്യത്തെ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയാൻ പറയാവുന്ന സാധനമാണ് ചവനപ്രാശം. ഇത് എത്ര പേര് കഴിക്കുന്നുണ്ട്? ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. എന്റെ അച്ഛനും 2 ബ്രദേഴ്സും മരിച്ച് ഹാർട്ട് അറ്റാക്ക് വെച്ചു. അപ്പൊ ഞാനൊരു പ്രൊട്ടക്ഷൻ എടുക്കേണ്ട കോമൺ സെൻസ് അല്ലേ? ഞാൻ വലുതായിട്ട് കഴിക്കാറുണ്ട്, ഫൈറ്റ് സ്ട്രെസ് കഴിക്കാറുണ്ട്. സ്ട്രെസ് എല്ലാ ദിവസവും കഴിക്കുന്ന സാധനം അല്ലെങ്കിൽ ഡെയിലി ഡീറ്റോക്സ് വർഷത്തിൽ 2 പ്രാവശ്യം മസ്റ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കഴിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എടുക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മേ ബി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം ചെയ്യാം. ഞാൻ എന്ന് മരിക്കുന്നൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ മരിക്കുന്ന ദിവസം ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റുമല്ലോ, അത് പ്രധാനപ്പെട്ട ഘടകമല്ലേ. നിങ്ങളുടെ വീട്ടിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, 60-70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർക്ക് പ്രോട്ടീൻ കൊടുക്കണം. അവർ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് അവർക്ക് അതുപോലത്തെ സപ്ലിമെന്റ്സ് കൊടുക്കണം. നമ്മുടെ അടുത്ത് എക്സ്പെർട്ട് ആയിട്ട് എത്രയും പേരുണ്ട്, അവരോട് പറഞ്ഞിട്ട് ഈ സാധനം ചെയ്യിപ്പിക്കണം. എലിമെന്റ്സ് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്. 3 ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വിൽക്കുക. അതിനെ ബേസിൽ ബിസിനസ് ഉണ്ടാക്കി നിങ്ങൾ കാശ് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ സംഭവം. ഇനി വരാൻ പോകുന്ന ബിസിനസ് ഞാൻ കേട്ടത് പറയും, അടുത്ത റെവല്യൂഷൻ ഞാൻ വെൽനസ് റെവല്യൂഷനാണ്. ലോകത്തിൽ ഏറ്റവും വലിയ റെവല്യൂഷൻ നടക്കാവുന്ന വെൽനസ് റെവല്യൂഷൻ. ഡോക്ടർ പോൾസൈൻ പിൽസർ ഒക്കെ 10-20 വർഷം പറഞ്ഞാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് എത്രയോ ആൾക്കാർ പറഞ്ഞു പോൾസൈൻ പിൽസർ ഇത് ഔട്ട്ഡേറ്റഡ് ടുഡേ. അദ്ദേഹം കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം പോൾസൈൻ പിൽസറിനെക്കാളും കൂടുതൽ ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ മല്ലികാർജുൻ ഖർഗെ ഇപ്പം കോൺഗ്രസിന്റെ ആരാ പുള്ളി, രാഹുൽ ഗാന്ധി കഴിഞ്ഞ അടുത്ത മുകളിൽ ഒരാള് പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹം ഇപ്പൊ കോട്ടക്കൽ ചികിത്സയ്ക്ക് വന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മള് കോട്ടക്കലുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾ പോകുന്ന അൽമാസിലല്ലേ, നിങ്ങൾ എത്ര പേര് കോട്ടക്കൽ പോകാറുണ്ട്? കാരണം എന്താ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്, സമയമില്ലല്ലോ. പുള്ളിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം പുള്ളിക്ക് ആകെ ഒരു 2-3 അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കലാണ്, 10-13 സ്ഥലങ്ങളിൽ അസംബ്ലി സീറ്റിന്റെ മത്സരം. പിന്നെ ലോകസഭയിൽ പോകണമെങ്കിൽ ചെറിയ ചെറിയ പണിയല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. ഇത് കഴിഞ്ഞ് ചാനൽ ചർച്ച കാണണം, നമുക്ക് എന്തെല്ലാം പരിപാടികളാണ് നമുക്കുള്ളത് അല്ലെ. നമുക്ക് ഇന്നലെ അവിടെ തിരുവനന്തപുരത്ത് എടുക്കാൻ പോയ പുള്ളി കിട്ടുന്നുണ്ടോ, നമ്മൾ ഇവിടെ ഇരുന്ന് TV-യിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ലതാണ്, അങ്ങേക്കുള്ള കൺസേൺ നല്ലതാണ്. പക്ഷെ നമ്മൾ കിട്ടുന്നുണ്ടോന്ന്, സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൽ ചാടുമ്പോൾ നാട്ടിലിരുന്ന് ഇങ്ങനെ കുറെ പേര് ചാടാൻ നിൽക്കുകയാണ് ഇതിന്റെ പുറകെ. അല്ലാതെ ആക്ച്വലി നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ കാണില്ല, സ്കൂട്ടാവും. TV-യിലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇതിനാണ് നമുക്ക് സമയമില്ലാത്തത്, മനസ്സിലായില്ലേ? അപ്പം അടുത്ത റെവല്യൂഷൻ വെൽനസ് റെവല്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഡയറ്ററി സപ്ലിമെന്റ്സ്, അതായത് ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ മാത്രം വെൽനസ് വിട്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് വിട്. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന്റെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ മാർക്കറ്റ് നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏകദേശം 10 ലക്ഷം കോടിയുടെ ബിസിനസ് നടക്കുന്നുണ്ട്. അത് 23 ലക്ഷം കോടി ആകുമെന്നാണ് പറയുന്നത് 2030 ആകുമ്പോൾ. ഇന്ത്യയിലെ കണക്ക് കേൾക്കാം. ഇന്ത്യയിൽ ഇതുണ്ട്, ഇതിനകത്ത് എന്താ കാര്യം? റൈസ് ഇൻ കൺസ്യൂമർ കോൺഷ്യസ്നസ് റിഗാർഡിംഗ് ഹെൽത്ത്. അതാണ് ഇതിന്റെ കാരണം.
ഇന്ത്യയിലെ ഡയറ്ററി സപ്ലിമെന്റ് മാർക്കറ്റ് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഇപ്പൊ 17,680 കോടി ബിസിനസ്സേ ഉള്ളൂ. പക്ഷെ 2027 ആകുമ്പോൾ 2027 4 വർഷം പോലും ഇല്ല. 2024, 25, 26, 24 വർഷം, 3.5 വർഷം. ഈ 3.5 വർഷം കണ്ട് ഇത് 1 ലക്ഷം കോടി ആകുമെന്ന് പറയുന്നത് ആരാക്കും? നിങ്ങളാക്കും, അല്ലാതെ ആരാക്കാനും? നമ്മൾ പറയുന്നത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനാണ് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അതിന് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം സാധ്യതയുള്ള കാര്യങ്ങളുടെ പുറകെ പോകണം. ഇപ്പൊ പോയി STD തുടങ്ങിയിട്ട് കാര്യമില്ല, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല, അതുപോലെ എന്തെങ്കിലും ചെയ്ത് ഒരു കാര്യമില്ല, ഫോട്ടോ കോപ്പി മെഷീൻ തുടങ്ങിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസിന്റെ എന്തെങ്കിലും സെറ്റപ്പ് ഇട്ടൊരു കാര്യമില്ല. ഇപ്പൊ ചെയ്യാനുള്ള ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പുറകെ പോകണം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബിസിനസ് ഡയറ്ററി സപ്ലിമെന്റ് ബിസിനസ് ആണ്. കാരണം 17,000 കോടി 1 ലക്ഷം കോടി എത്തും. നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇല്ലെങ്കിലും എത്തും. നിങ്ങൾ ഒരു സാധനം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എത്തും. എന്തുകൊണ്ട് അതിനകത്ത് കാശ് ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് അതിനകത്ത് ബിസിനസ് ചെയ്തുകൂടാ? അപ്പൊ നമ്മുടെ ഒരു വെൽനസ് ഇനിഷ്യേറ്റീവ് ആണ് ടു ക്രിയേറ്റ് അവയർനെസ് ടു പ്രാക്ടീസ് വെൽനസ് ഇസ് കോൾഡ് റീഗ. റീഗ എന്ന് പറഞ്ഞാൽ റീഇഗ്നൈറ്റ് ത്രൂ ആയുർവേദ. ആയുർവേദത്തിൽ കൂടെ റീഇഗ്നൈറ്റ് ചെയ്യാം. ഇതിപ്പോഴും മനസ്സിലാക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് ആകെ ചെയ്യാവുന്ന കാര്യം രണ്ടെണ്ണം. ഒന്ന് ന്യൂട്രീഷൻ ഉപയോഗിക്കാം, 2 എക്സസൈസ് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ഇത് 2 നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. സോ നമ്മൾ പറയുന്ന 4 കാര്യങ്ങൾ: ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. എക്സസൈസ് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമോഷണൽ ഹെൽത്ത്, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇതിനകത്ത് നമ്മൾ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ചോ എക്സസൈസിനെ കുറിച്ചോ റെസ്റ്റിനെ കുറിച്ചോ ഒക്കെ തന്നെ നമ്മൾ നിരന്തരമായി നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും 5 ദിവസം പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടി രാവിലെ ഒരു അരമണിക്കൂർ ഈ പറഞ്ഞ ഹൈഫ്ലയേഴ്സിലോ അല്ല കയറാൻ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. എന്താണ്? നമുക്ക് സമയമില്ല. സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ചെവി കൊണ്ടല്ലേ കേൾക്കുന്നത്. എന്ത് പണിയെടുക്കുന്ന ഇടയ്ക്കൊല്ലം ചെയ്യാമല്ലോ. ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കുക. ന്യൂട്രീഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ഇല്ലാത്ത ഒരു കാലം നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ കാലഘട്ടത്തില് നിങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബിസിനസ്സിനകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ആയുർവേദം, അതും എലിമെന്റ്സ് വെൽനസ്, ഡയറ്ററി സപ്ലിമെന്റ് ഫോർ ടുഡേസ് യൂസ്. നിങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് ഡയറ്ററി സപ്ലിമെന്റ് കമ്പനികൾ ഇനിയും വലുതായി വരും. വേറെ കമ്പനികളൊക്കെ ഒത്തിരി പേര് നാച്ചുറൽ സപ്ലിമെന്റ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എലിമെന്റ്സ് വെൽനസിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവമാണ്. സോ ബി എ റീഗൻ. റീഗന്റെ പാർട്ടാകുക. പേഴ്സൺ ഹു ഫോളോസ് ഈ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഹെൽത്ത്, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, റെസ്റ്റ്, ശരിയായ റെസ്റ്റ് എടുക്കുക, നല്ലപോലെ മെന്റൽ ഹെൽത്ത് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതോടൊപ്പം തന്നെ റൂട്ടീൻ എക്സസൈസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ രാവിലെ റീഗയുടെ സെഷൻസ് നമ്മൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കൂടെ ചെയ്യാം, അല്ലാതെ ചെയ്യാം. രാവിലെ ഇതൊക്കെ നടക്കാൻ പോലും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ സമയമില്ലെന്ന് മാത്രം പറയരുത്. സോ ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടെ സംഭവിക്കുകയാണെങ്കിൽ, there is a huge potential for Ayurveda based wellness. ആയുർവേദ ബേസ്ഡ് വെൽനസിന് ഒത്തിരി സാധ്യതകളുണ്ട്. റീഗ ഈസ് എ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ടു സെർവ് യു ആൻഡ് ഹാവ് ഗുഡ് ഹെൽത്ത്. നിങ്ങളെ സഹായിക്കാനും നല്ല ആരോഗ്യം ഉണ്ടാകാനും പറ്റിയ ഒരു പ്രൊഫഷണൽ ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാല് റീഗ എന്ന് പറഞ്ഞപ്പോൾ. സോ യു ക്യാൻ ബി എ റീഗ പാർട്ട്ണർ. റീഗയുടെ കൂടുതൽ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യാം. സ്വന്തമായിട്ട് ആരോഗ്യം നിലനിർത്താൻ എല്ലാം ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 1000 രൂപ മുതൽ ആഴ്ച 2,14,000 വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. സോ നമ്മുടെ ലക്ഷ്യം മിഷൻ 10 ഹെൽത്തി ഫാമിലീസ്. നമ്മുടെ ചുറ്റുമുള്ള 10 ഫാമിലീസിന് ആരോഗ്യത്തിന് വരുത്താൻ ശ്രമിക്കും. ആദ്യം നമ്മുടെ ഫാമിലി, അല്ലാതെ നാട്ടുകാരൻ ഫാമിലി അല്ല. ആദ്യം നമ്മുടെ ഫാമിലി. നമ്മുടെ ഫാമിലിയില് 10 പേരെ നമ്മുടെ ഫാമിലി ഹെൽത്തി ഉണ്ടാക്കി നമ്മുടെ ചുറ്റുമുള്ള 10 ആൾക്കാരെ ആരോഗ്യത്തിൽ എത്താൻ സാധിച്ചാൽ തന്നെ കാര്യം. ശരിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങള്, നമുക്ക് ജീവിതത്തിൽ വലിയ ലെവലിൽ എത്താൻ പറ്റുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മഴയത്ത് രാവിലെ ഉറങ്ങാതെ ഈ പറയുന്ന മീറ്റിങ്ങിനകത്ത് നമ്മൾ കയറിയത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മീറ്റിങ്ങിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലത്തെ ഡെയിലി എന്നുള്ള കാര്യങ്ങൾ. ആദ്യം ചെയ്യേണ്ട കാര്യം, എലിമെന്റ്സ് വെൽനസിന്റെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ മേടിച്ച് മിനിമം 3 എണ്ണെങ്കിലും ഡെയിലി ഉപയോഗിക്കാം. അതിന് വരുന്ന ഒരു ചെലവല്ല. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് നിങ്ങളുടെ ഡയബറ്റീസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയബലൈഫ് ഫൈറ്റ് സ്ട്രെസ് കഴിക്കാം. പ്രോട്ടീൻ കഴിക്കുക. പ്രോട്ടീൻ നിർബന്ധമായിട്ട് എല്ലാവരും കഴിക്കാം. കുട്ടികളുണ്ടെങ്കിലും. ഇപ്പൊ ഞാൻ എന്റെ മോള് ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ട് 4,600 പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് വലിയ ലെവലിൽ എത്താനായിട്ട് ഈ ഒരു മാർഗത്തിൽ സാധിക്കും. സക്സസ് ബറി ഈസ് ദയർ വിത്ത് യു. നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ പോവുക. കാരണം ഒരിക്കൽ കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം. ആൻഡ് യു ക്യാൻ നെവർ ബോറോ ദാറ്റ്. നിങ്ങൾക്ക് ഒരിക്കലും കടം വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ചെയ്യുക, ഉപയോഗിക്കുക, മുന്നോട്ട് പോവുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. നല്ല ദീർഘനാൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുർവേദ ഇസ് ദ ബെസ്റ്റ് വേ ഫോർ ദാറ്റ്. Go for it. Thank you. God bless you. Bye bye.